പക്ഷെ എന്റെ ലൈഫിൽ എന്ന് പറയുമ്പോൾ ആ ഒരു കൊച്ചിയിൽ വന്ന ടൈമില് കയ്യിൽ 5 പൈസ ഇല്ല. അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ടൈമാ. അപ്പൊ ഫുഡ് കഴിക്കാനില്ല, എനിക്ക് ഫുഡ് വാങ്ങാനില്ല. പിന്നെ വീട്ടില് പറയാൻ പറ്റുമോ? വീട്ടില് എതിർത്തൊക്കെ വന്നതാ, ഇതും പറയാൻ പറ്റില്ല. വീട്ടില് പറയാൻ പറ്റുമോ ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, ഞാൻ ചോറ് കഴിക്കുന്നില്ല? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ കട്ടൻ ചായയിൽ മറ്റേ ആരോ റൂട്ട് ബിസ്ക്കറ്റ് കലക്കി 3 നേരം അതൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു എന്റെ പാർട്ട്ണർ എന്താ പറയാ, ഫുഡ് കഴിച്ചില്ലെങ്കിൽ തലവേദന, പെട്ടെന്ന് ഗ്യാസ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. ശിവണ വന്നിട്ട് എല്ലാ ഇപ്പൊ തലവേദന എന്താന്ന് പോലും അറിയില്ല. പക്ഷെ താങ്ക്ഫുള്ളി എനിക്കിപ്പം നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നോക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊരു ഇൻസിഡന്റ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് ഒരാഴ്ച എനിക്ക് ഞാനിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കുമ്പം ബിരിയാണിയുടെ ഒരു റീല് വന്നു. എനിക്കാഴ്ച ബിരിയാണി കഴിക്കാൻ കൊതിയായിട്ട് ഞാനിങ്ങനെ കുറെ കാലം ഞാൻ ബിരിയാണി കഴിച്ചിട്ട്. അപ്പൊ ആ ടൈമില് ഞാൻ എന്താ പറയാ, ഞാൻ ഇങ്ങനെ എനിക്ക് ആരുടെ അടുത്ത് പൈസ വയ്ക്കാറില്ല, എനിക്ക് വീട്ടിൽ ആരുടെ അടുത്ത് പൈസ വയ്ക്കില്ല. പിന്നെ എന്റെ പാർട്ട്ണറിന്റെയിലും പൈസ ഇല്ല. ആ ടൈമിൽ ഞാൻ ഇവൾക്കാണ് മെസ്സേജ് ചെയ്തത്. ഞാൻ പറഞ്ഞു എനിക്കൊരു 200 രൂപ തരുമോ, 200 രൂപ തരുമോ, ഞാന് ബിരിയാണി വാങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇവള് പെട്ടെന്ന് ഇവളെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പൈസ ഇട്ടെന്നു. എന്നിട്ട് അപ്പൊ ഞാൻ എന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ ബിരിയാണി വാങ്ങാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് വാങ്ങിയിട്ട് ബിരിയാണി കഴിക്കണ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ആ ടൈമിൽ ഇവളും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെയായിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നത്. അതല്ല, ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയും. എന്തായാലും ഇപ്പൊ ഇവര് കേൾക്കുമ്പോ വിചാരിക്കേണ്ട പോലെ ഇതിന് എന്തൊക്കെ ഇത്ര പൊക്കി പറഞ്ഞോണ്ടിരിക്കുന്ന എത്ര സംഭവമാണ്. അല്ല, സാധാ ആരും അങ്ങനെ കണ്ടിണ്ടാവില്ല. എല്ലാവരും ചേച്ചി അനിയത്തി പറഞ്ഞ തല്ലല്ലുണ്ടാവും. ഇവറ്റകൾ വന്നത് ഇങ്ങനെ ഇരുന്ന് പറയണത്. അപ്പൊ ഞാൻ ചോദിക്കാ, ഇനി എന്നെ പറ്റി കുറ്റം പറയൂ, എന്നെ പറ്റിയിട്ട്. എന്നെ പറ്റിയിട്ട് നീ അത് എന്റെ അടുത്ത് പറയാം. ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പൊ നീ ഒരു ആങ്കർ, ഞാനൊരു ആങ്കർ അല്ലേ? അപ്പൊ ഇപ്പുറത്തിരിക്കുന്നത് ഒരു സീനിയർ ആങ്കർ ആണെങ്കിലും എന്താണ് നിനക്ക് എന്നെ പറ്റി, അല്ലെങ്കിൽ ഈ ആങ്കറിനെ നീ റിവ്യൂ ചെയ്യുമ്പോൾ നീ എന്താ പറയാ? ഇപ്പൊ ആങ്കർ എന്ന രീതിക്ക് അടിപൊളി, അതിപ്പോ ആർക്കറിയാത്ത. അല്ല, ഞാൻ പൊക്കി പറഞ്ഞില്ല, ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേഴ്സണാലിറ്റി പറഞ്ഞില്ല, ഞാൻ ആങ്കർ എന്ന രീതിക്ക് അല്ല. കാരണം എന്താ വെച്ചാൽ ഒരു ആങ്കർ എന്ന രീതിക്ക് എത്ര റീച്ച് വ്യൂസ് ഉണ്ടെന്നല്ല, അപ്പുറത്തിരിക്കുന്ന ഗസ്റ്റിന് എത്ര കംഫർട്ടബിൾ, അതിൽ നീ 100% എഫേർട്ട് ഇടുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാം. താങ്ക് യു. നിങ്ങൾക്ക് ഈ കമന്റ് ഇടുന്നവര് കാണുന്നുണ്ടോ? ഇതൊക്കെ എന്തൊക്കെ പരിപാടി കണ്ടാണ് ഈ ഇത് വരുന്നത് എന്നാണ് പറഞ്ഞെടുത്തത്. പേഴ്സണാലിറ്റിയിലേക്ക് കിടക്കാം. എത്ര നെഗറ്റീവ് വേണം പറയും. നൈസായിട്ട് നെഗറ്റീവ് പറയാം. അല്ല, നെഗറ്റീവ് ഒന്നും പറയായിട്ടല്ല പറഞ്ഞേട്ടാ. ചില സമയത്ത് ആവശ്യമായിട്ട് പൊട്ടി തെറിക്കണൊക്കെ ഒരു തല്ലൂടി. ദിവസം മുന്നേ മാത്രമല്ലോ, അതിന് മുന്നേ തല്ലൂടിയിട്ടില്ലല്ലോ. അതിന് മുന്നേ ഇപ്പൊ തല്ലൂടി നമ്മൾ തല്ലൂടാറുണ്ട്. നമ്മൾ തല്ലൂടുന്നത് കുറവാണ്. പക്ഷെ